ഇന്ന് ചോതി. മഹാബലിയെ വരവേൽക്കാനായുള്ള തയ്യാറെടുപ്പിൻ്റെ 3-ാം നാൾ. ഏറ്റവും പ്രകാശമുള്ള നക്ഷത്രങ്ങളിൽ ഒന്നാണ് ചോതി. തേക്കില കൊണ്ട് പൂക്കൂടകൾ കോട്ടിയെടുത്തു മുത്തശ്ശൻ. തേക്കില കുമ്പിളുമായി മുത്തശ്ശനും മുത്തശ്ശിയും ഓർമ്മകൾ മരിക്കാതിരിക്കാൻ പൂക്കളിറുത്തു നടന്നു. ചോതി മുതൽ ചുവപ്പ് നിറത്തിന് പൂക്കളത്തിൽ സ്ഥാനമാകും. ഏത് നിറത്തിനും സ്വാഗതം. പൂക്കളം ഇടും മുമ്പ് ചാണകം മെഴുകണം. പൂക്കളം ശുദ്ധിയും വൃത്തിയുമുള്ളതാകാനും പുതുരൂപങ്ങൾ തീർക്കാനും അതാണ് നല്ലത്. മങ്ങിക്കിടക്കുന്നൊരു പൃഷ്ഠഭൂമി മഹാർഹ ചിത്രം വരവാൻ മനോജ്ഞം എന്നല്ലേ? മഹാർഹ ചിത്രങ്ങളിലെ പൂക്കൾ ഒട്ടിയിരിക്കാനും അതാണ് നല്ലത്. ചാക്കോമാഷെ പോലൊരു കണക്കുമാഷ്. വൃത്തവും ഇതിവൃത്തവും പുരാവൃത്തവും ഒക്കെ കേവലം ആണിയിലും ചരടിലും ഒതുക്കി ഒരു കണക്കുമാഷ് പൂത്തറയ്ക്ക് അടിത്തറവാകുന്നു. പ്രകൃതിയുടെ വകയായ ഒരു പനിനീർ തളിക്കൽ. മുക്കുറ്റിയും തുളസിപ്പൂവും ചൂടിക്കൊണ്ട് പൂക്കളം ഉഷാറായി. രണ്ട് ദിവസമായി ഇങ്ങനെ ഒരു തറ. ഈ മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചുപിള്ളേരെ പോലെ പൂക്കൾ ഇറുത്ത് നടക്കുന്നു. പൂക്കൾ കൊണ്ട് പടം വരച്ച് രസിക്കുന്നു. ഇന്നിതെന്താണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ. ശംഖു എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ശംഖുവരയൻ സംശയാലുവായി ഞങ്ങളുടെ കുഞ്ഞുപൂച്ച. മുക്കുറ്റിയും തുളസിയുമാണ് എന്നും നടുക്ക്. ഇങ്ങനെ വട്ടത്തിൽ പൂക്കളിടാനാണെന്ന് മനസ്സിലായി. കാണാൻ എന്തൊരു ചേല! ഇത് പഠിച്ചെടുക്കണം. അടുത്ത ജന്മത്തിൽ പൂക്കളം ഇടേണ്ടി വന്നാലോ? ശംഖുവരയൻ ആവേശമായി. ആ മഞ്ഞപ്പൂ അവിടെ ഇട്ടത് കണ്ട് ആസ്വദിച്ച് കിടന്ന ശംഖുവിനെ നക്കി ആശ്വസിപ്പിക്കാനെത്തി കലാബോധമില്ലാത്ത കളറ് ചേച്ചി. വട്ടങ്ങളൊക്കെ പൂർത്തിയായി. താഴെ എന്തോ എഴുതിയും വെച്ചു. അതൊട്ടും മനസ്സിലായില്ല. അടുത്ത ജന്മത്തിൽ അതും പഠിച്ചു വയ്ക്കണം. ശംഖു തീരുമാനം ഉറപ്പിച്ചു. ചോതി അസലായെന്ന് മുത്തശ്ശി. എഴുതിയിരിക്കുന്നത് ചോതി എന്നാണെന്ന് ശംഖുവിന് മനസ്സിലായി. ചോതി ചോതി ശംഖു പറഞ്ഞു നോക്കി. ഞാവു ഞാവു എന്നേ വരുന്നുള്ളൂ. എങ്കിലും പഠിക്കുക തന്നെ. അടുത്ത ജന്മത്തിനു വേണ്ടി അതും പഠിച്ചു വെക്കണം. തീരുമാനം ഉറപ്പിച്ച് ശംഖു സ്ഥലം വിട്ടു.